ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മാത്രമുണ്ടാകട്ടെ. കർത്താൽ പ്രിയ സഹോദരങ്ങളെ, ജീവിതയാത്രയിൽ കൈപ്പേറിയ അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ അത് പലപ്പോഴും നമ്മുടെ സമാധാനത്തെ നശിപ്പിക്കുന്നു. കയ്പിൻ്റേതായിട്ടുള്ള അവസ്ഥ വ്യസനം സൃഷ്ടിക്കുന്നതാണ്, സന്തോഷത്തെ തകർക്കുന്നതാണ്, സമാധാനപരമായ ജീവിതയാത്രയ്ക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. മധുരം എപ്പോഴും ആനന്ദത്തിൻ്റെ സൂചനയാണ്. മനുഷ്യരെപ്പോഴും മധുരതരമായ കാര്യങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു. സന്താപത്തിൻ്റെയോ സങ്കടത്തിൻ്റെയോ കൈപ്പേറിയ അവസ്ഥകളിലേക്ക് കടന്നു വരുവാൻ ആരും ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഒരു ദൈവ പൈതലിന് മുൻപോട്ട് പോകുന്ന പാതയിൽ പലപ്പോഴും കയ്പിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകും. ആ കയ്പിൻ്റെ അനുഭവങ്ങൾ അവനെ കൂടുതലായി ദൈവത്തിൻ്റേതായിട്ടുള്ള അനുഗ്രഹങ്ങൾ പകരുവാനുള്ള മുഖാന്തരങ്ങളായിട്ടാണ് ദൈവം ഒരുക്കുന്നതെന്ന് പലപ്പോഴും അനേകർക്ക് ചിന്തിക്കുവാൻ കഴിയുന്നില്ല. ഒരു ദൈവപൈതലിൻ്റെ ജീവിതത്തിലെ കയ്പേറിയ അനുഭവങ്ങൾ അവന് ദൈവവുമായുള്ള ബന്ധത്തിൽ പുതിയ മാനങ്ങൾ സൃഷ്ടിക്കുവാനും ദൈവത്തിൻ്റേതായിട്ടുള്ള അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനുമുള്ള വഴികളായിട്ട് അനേക സഹോദരങ്ങൾക്ക് സ്വീകരിക്കുവാൻ കഴിയുന്നില്ല. എന്നാൽ യെശയ്യാ പ്രവചനം പഠിക്കുമ്പോൾ അതിൻ്റെ 38-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ സമാധാനത്തിനായി എനിക്ക് അത്യന്തം കയ്പായത് ഭവിച്ചു, എങ്കിലും നീ എൻ്റെ സകല പാവങ്ങളെയും നിൻ്റെ പിൻപിൽ എറിഞ്ഞു കളഞ്ഞതുകൊണ്ട് എൻ്റെ പ്രാണനെ നാശത്തിൻ്റെ കുഴിയിൽ നിന്നും സ്നേഹത്തോടെ രക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ കൈപ്പേറിയ അനുഭവത്തിൽ അവൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ സകല പാവങ്ങളെയും വലിച്ചെറിഞ്ഞ് അവൻ്റെ പ്രാണനെ നാശത്തിൽ നിന്നും രക്ഷിച്ചുവെന്ന് ഈ മനുഷ്യൻ സാക്ഷിക്കുകയാണ്. അപ്പോൾ അവൻ്റെ കയ്പ് അവൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നു. അവൻ്റെ കയ്പ് അവന് സമാധാനം പ്രദാനം ചെയ്തു. അവൻ്റെ കയ്പ് അവൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ അവനിൽ നിന്ന് വന്നുപോയ പാപങ്ങളെ പിൻപിലേക്ക് എറിയുവാൻ, അല്ലെങ്കിൽ ആ പാപങ്ങൾ ദൈവസന്നിധിയിൽ ക്ഷമിക്കപ്പെടുവാനായിട്ടുള്ള വലിയ മുഖാന്തരമൊരുക്കി. സ്നേഹത്തോടെ ദൈവം അവനെ രക്ഷിച്ചതായിട്ട് അവൻ സാക്ഷിക്കുകയാണ്. ആരാണിത്? യഹൂദ രാജാവായ ഹിസ്കിയാവ്. തിരുവചനത്തിൽ 3 പുസ്തകങ്ങൾ ഹിസ്കിയാവിനെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. യഹൂദ രാജാക്കന്മാരിൽ ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തെ അനുസരിച്ച 3 രാജാക്കന്മാരൊരുവനാണ് ഹിസ്കിയാവ്. ദൈവത്തെ പരമോന്നതനായി സ്നേഹിച്ച മനുഷ്യനായിരുന്നു. പക്ഷേ അവനുണ്ടായ കയ്പ് എന്താണ്? അതാണ് പ്രധാനപ്പെട്ട കാര്യം. നാം കയ്പെന്ന് പറയുമ്പോൾ സാധാരണ ഒരു നാരങ്ങ കടിക്കുമ്പോഴുണ്ടാകുന്ന കയ്പല്ല. പിന്നെ ജീവിതയാത്രയിൽ മുൻപോട്ട് പോകുവാൻ കഴിയാത്ത അവസ്ഥയിൽ മരണത്തിൻ്റെ താഴ്വരയിലായിരിക്കുന്ന അവസ്ഥയാണ് ഇവിടെ ഹിസ്കിയാവ് കയ്പായത് സംഭവിച്ചുവെന്ന് വിവരിക്കുന്നത്. അവൻ്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അത് അവന് തോന്നിയതല്ല, അവൻ്റെ വൈദ്യന്മാർക്ക് തോന്നിയതല്ല, പിന്നെയോ സ്വർഗത്തിലെ ദൈവം തൻ്റെ പ്രവാചകനായ യെശയ്യാവിനെ അവൻ്റെ അടുക്കലേക്ക് അയച്ച് അവനോട് കൽപ്പിക്കുന്ന കാര്യമാണ്. നിൻ്റെ ദിവസങ്ങൾ എണ്ണിയിരിക്കുകയാണ്, നീ മരിച്ചു പോകും നിശ്ചയം. അതുകൊണ്ട് നിനക്ക് എന്തെല്ലാം ചികിത്സ തന്നാലും, നീ എന്തെല്ലാം ചികിത്സകൾ സ്വീകരിച്ചിരുന്നാലും മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കില്ല. നിൻ്റെ ഗ്രഹത്തിലെ കാര്യങ്ങൾ ക്രമീകരിക്കുക, എന്നാൽ നീ മരിച്ചു പോകും. അത് വളരെ വ്യസനകരമായ കാര്യമായിരുന്നു. യെശയ്യാ പ്രവചനം 38-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമുക്കത് കാണുവാൻ കഴിയും. ആ കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം ബാധിച്ചു. ആമോസിൻ്റെ മകനായ യെശയ്യാ പ്രവാചകൻ അവൻ്റെ അടുക്കൽ വന്ന്, നീ
മരിച്ചു പോകും, സൗഖ്യമാവുകയില്ല എന്ന് ദൈവം വെളിപ്പെടുത്തിയത് അവനെ മനസ്സിലാക്കുകയാണ്. നീ മരിച്ചു പോകും, നിൻ്റെ ഈ രോഗം സൗഖ്യമാവുകയില്ല. അപ്പോൾ ഹിസ്കിയാവ് ഏറ്റവും വേദനിച്ചു. തൻ്റെ ആത്മസ്നേഹിതനായ ഹിസ്കിയാവിനോട് ദൈവത്തിൻ്റെ ഈ മരണത്തിൻ്റെ ദൂത് അറിയിച്ചു കഴിഞ്ഞ് പ്രവാചകൻ അവിടെ നിന്ന് വിട്ടു പോവുകയാണ്. ഹിസ്കിയാവ് ചുവരിന് നേരെ മുഖം തിരിച്ചുകൊണ്ട് നിലവിളിച്ചു, ഞാൻ പരമാർത്ഥ ഹൃദയത്തോടെ നിനക്ക് വേണ്ടി ഏകാഗ്രതയോടെ പ്രവർത്തിച്ചത് ഓർക്കണം, നിനക്ക് പ്രസാദകരമായി ചെയ്തു നീ ഓർക്കണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് അനേകർ മരണത്തിൻ്റെ താഴ്വരയിലൂടെ കടന്നു പോകുമ്പോൾ പ്രാർത്ഥിക്കാറുണ്ട്, ദൈവമേ എന്നെ ഓർക്കണമേ, എന്നെ രക്ഷിക്കണമേ. അങ്ങനെ ഓർക്കുവാൻ പ്രാർത്ഥിക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം. ദൈവത്തിന് എന്താണ് നിന്നെക്കുറിച്ച് ഓർക്കുവാനുള്ളത്? നിൻ്റെ ആരോഗ്യത്തിൻ്റേതായിട്ടുള്ള പൂർണ്ണതയിൽ, സമ്പൽ സമൃദ്ധിയിൽ, സന്തോഷത്തിൻ്റെ അത്യുക ശൃംഗങ്ങളിൽ നീ മുൻപോട്ട് പോയപ്പോൾ നീ എങ്ങനെയാണ് ദൈവത്തെ കണ്ടത്? നീ എത്രമാത്രം ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്? നീ ദൈവത്തിന് വേണ്ടി എന്താണ് ചെയ്തിട്ടുള്ളത്? അവിടെയൊക്കെയും വട്ടപൂജ്യമാണ് മറുപടിയെങ്കിൽ നീ ഇന്ന് മരണത്തിൻ്റെ താഴ്വരയിൽ ആരോരുമില്ലാതെ വ്യസനിക്കുമ്പോൾ, വേദനയിലായിത്തീരുമ്പോൾ, എല്ലാവരും ഉപേക്ഷിക്കുമ്പോൾ, നീ ദൈവത്തോട് എന്നെ ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് നിന്നെക്കുറിച്ച് ഓർക്കുവാനുള്ളത് നിൻ്റെ നല്ല കാലങ്ങളിൽ, ദൈവം നിന്നെ അനുഗ്രഹിച്ച ദിവസങ്ങളിൽ, നിനക്ക് ദൈവം സന്തോഷം പകർന്ന നാളുകളിൽ നീ ദൈവത്തെ മറന്നു കളഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യമാണ്. അനേകരുടേതായിട്ടുള്ള ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ ഉള്ള അപേക്ഷകൾ, പ്രാർത്ഥനകൾ കേൾക്കുവാൻ എനിക്ക് അവസരം തന്നിട്ടുണ്ട്. അവരൊക്കെയും പ്രാർത്ഥിക്കുവാനായിട്ട് തങ്ങളുടെ ആയുസ് അല്പം നീട്ടിക്കൊടുക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെയും അവരുടെയും നടുവിൽ നിൽക്കുവാനായിട്ട് ബലഹീനനെ വിളിച്ചിട്ടുണ്ട്. ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേങ്കിൽ ഞാൻ നിസ്സഹായനാണ്. കാരണം ഒരാൾ എല്ലാ ചികിത്സകളും പരാജയപ്പെട്ട് മുൻപോട്ട് പോകുവാൻ യാതൊരു മാർഗവുമില്ലാത്ത അവസ്ഥയിലാണ്. അവസാനമായിട്ട് ആരെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞറിഞ്ഞാണ് ബലഹീനനെ എന്നെ വിളിക്കാറുള്ളത്. അപ്പോഴേക്കും സമയം വൈകിപ്പോയിരിക്കുന്നു. ആദ്യമായിട്ട് ഞാൻ അവരോട് ചോദിക്കാനുള്ളത്, ദൈവത്തിന് വേണ്ടി സഹോദര എന്തൊക്കെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്? എനിക്കൊന്ന് പറഞ്ഞു പ്രാർത്ഥിക്കണമല്ലോ. കാരണം ഞാൻ പ്രാർത്ഥിക്കുന്നത് അങ്ങനെയാണ്. ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തികളാണെങ്കിൽ ദൈവമേ അവർ ഇന്നത് പ്രവർത്തിച്ചു നീ കൊടുത്തേ മതിയാവും. ഹിസ്കിയാവിൻ്റെ ദൈവം നീതിമാനായ ദൈവമാണ്. ഹിസ്കിയാവിൻ്റെ ദൈവം സത്യത്തിൻ്റെ ദൈവമാണ്. തനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെ അവൻ ഓർക്കുന്ന ദൈവമാണ്. അവൻ നീതിയുടെ ന്യായാധിപതിയാണ്. എനിക്ക് നല്ല ബോധ്യമുണ്ട്. കഴിഞ്ഞ 30 വർഷക്കാലമായിട്ട് എന്നോടൊപ്പം പ്രവർത്തിക്കുന്നവരൊക്കെയും പലവിധമായ താഴ്വരകളിലൂടെ കടന്നു പോകും. മരണത്തിൻ്റെ താഴ്വരയിലൂടെ കടന്നു പോയവരുണ്ട്. പക്ഷേ അവരെ ഞാൻ കരം പിടിച്ച് കയറ്റുന്നത് ദൈവത്തോട് അവർ ദൈവത്തിന് വേണ്ടി ചെയ്ത നന്മകളെക്കുറിച്ച് പറയുമ്പോഴാണ്. ഇവർ ഇന്ന ഇന്ന കാര്യം നിനക്ക് വേണ്ടി പ്രവർത്തിച്ചവരാണ്. അവർക്ക് നീ കൊടുത്തതിൻ്റേതായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളുടെയും ഭാഗം നിനക്ക് വേണ്ടി അവർ ചെലവഴിച്ചവരാണ്. അവർ അവരുടെ മക്കളെ നിൻ്റെ കൃപയിൽ വളർത്തിയവരാണ്. നീ അവരെ ഓർത്തേ മതിയാകൂ. ഹിസ്കിയാവ് തൻ്റെ പ്രാർത്ഥനയുടെ അവസാനം ചേർത്ത 2 വാചകമാണ് എന്നെ ഓർക്കേണമേ എന്ന്. എന്നെ ഓർക്കേണമേ. ഈ കാര്യങ്ങളൊക്കെ ഓർക്കണം, അത്രമാത്രം. എനിക്ക് ആയുസ് നീട്ടി തരുന്ന കാര്യം ഹിസ്കിയാവ് പ്രാർത്ഥിച്ചില്ല. ഞാൻ പരമാർത്ഥതയോടെ ഏകാഗ്ര ഹൃദയത്തോടെ നിനക്ക് വേണ്ടി പ്രവർത്തിച്ചത് നീ ഓർക്കണമേ എന്ന് മാത്രമേ ഹിസ്കിയാവ് പ്രാർത്ഥിച്ചുള്ളൂ. വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. കാരണം ഹിസ്കിയാവിനറിയാം, യഹോവയാം ദൈവം അത് ഓർക്കുകയാണെങ്കിൽ യഹോവയാം ദൈവം നീതി പ്രവർത്തിച്ചേ മതിയാകും. അന്നും ഇന്നും അതിന് യാതൊരു മാറ്റവുമില്ല. ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചിരിക്കുന്നവരുടേതായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ കാര്യമൊന്ന് പറയുക മാത്രമേ ബലഹീന ഞാൻ ചെയ്യുകയുള്ളൂ. അല്ലാതെ എനിക്ക് മരണത്തിൽ നിന്ന് വിടുവിക്കാനുള്ള അധികാരമൊന്നും ദൈവം തന്നിട്ടില്ല. പക്ഷേ ആ പ്രാർത്ഥന സ്വർഗം കേൾക്കുകയും മരണത്തിൻ്റെ താഴ്വാരങ്ങളിൽ നിന്ന്, കഷ്ടതയുടേതായിട്ടുള്ള പടുകുഴിയിൽ നിന്ന് അനേകരെ കരം പിടിച്ച് കയറ്റുവാൻ
ബലഹീന എന്നതേ ഉപയോഗിക്കുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിൽ അവരുടേതായിട്ടുള്ള സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും നാളുകളിൽ അവർ പ്രവർത്തിച്ചതാണ്. ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ, ഉപവസിക്കാമെന്ന് പറഞ്ഞാൽ യാതൊരു പ്രയോജനവുമില്ല. എനിക്ക് അങ്ങനെയുള്ള വലിയ വമ്പന്മാരൊക്കെ എൻ്റെ അടുക്കൽ വന്നിട്ടുണ്ട്. പ്രാർത്ഥിക്കണം, ഞാൻ നിസ്സഹായനാണ്, ഞാൻ പ്രാർത്ഥിക്കാതിരിക്കാൻ സാധ്യത. ദൈവമാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്. പക്ഷേങ്കിൽ എന്തെങ്കിലും ഒന്ന് പറയാൻ എന്നോട് പറയും. തീർച്ചയായിട്ടും ഞാൻ കൃത്യമായ കാര്യം പറയും. പക്ഷേ എന്നോട് പറയാത്ത കാര്യം എനിക്കങ്ങനെ പറയുവാൻ കഴിയും. ആയുസിൻ്റെ ദൈർഘ്യം ഇത്രയേ ഉള്ളെന്ന് വ്യക്തമായിട്ട് ഞാൻ പറയുന്ന അവസ്ഥകളുണ്ട്. കാരണം ദൈവം അത് ബോധ്യപ്പെടുത്തരും. പക്ഷേ നിൻ്റെ കയ്യിൽ ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചതായിട്ടുള്ള യാതൊരു നിക്ഷേപവും ഇല്ലെങ്കിൽ എങ്ങനെ ദൈവം പ്രവർത്തിക്കും? ഹിസ്കിയാവിനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിൽ അവൻ ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒട്ടനവധി കാര്യങ്ങൾ അവൻ്റെ മുൻപിൽ നിക്ഷേപങ്ങളായിട്ടുണ്ട്. നമുക്ക് ദൈവം തരുന്ന ആയുസ്സും ആരോഗ്യവും സമ്പത്തും സമൃദ്ധിയും സന്തോഷവും സമാധാനവും ഒക്കെ ദൈവനാമ മഹത്വത്തിനായിട്ട് ഉപയുക്തമാക്കുമ്പോഴാണ് അവ നിലനിൽക്കുന്നത്. ഭൗതികമായ സന്തോഷവും ഭൗതികമായ സമാധാനവും അവിടുന്ന് ഇവിടുന്ന് പണം കുറേ പിടിച്ചു പറിച്ച് ഉണ്ടായിക്കൊണ്ട് ജീവിക്കുന്ന കുറേ ദിവസങ്ങളും ക്ഷണികമാണ്. അവയുടെ കാലാവധിക്ക് പരിധിയുണ്ട്. പിന്നെ കഷ്ടത്തിൻ്റെ താഴ്വരയിലൂടെ നീ നിലംകുത്തി വീഴുന്നത്. അപ്പോൾ ദൈവത്തെ അന്വേഷിച്ചാൽ യാതൊരു മാർഗവുമില്ല. ഹിസ്കിയാവ് അതേ ദൈവത്തോട് നിലവിളിക്കുകയാണ്. 25-ാമത്തെ വയസ്സിൽ രാജാവായി. അവൻ ആദ്യമേ ചെയ്തത് അടച്ച് പൂട്ടിക്കിടന്ന യഹോവയുടെ ആലയം, ദേവാലയം തട്ടി തുറന്ന് വർഷങ്ങളായിട്ട് നശിച്ചു കിടക്കുന്ന ദേവാലയം പുനരുദ്ധരിക്കുകയാണ്. ദൈവത്തിൻ്റെ ആരാധന യഥാസ്ഥാനപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ ആലയം ദൈവത്തിന് വിശുദ്ധമാണ്. മനുഷ്യനെ അശുദ്ധമാക്കി കഴിഞ്ഞാൽ ദൈവം അതിനെ നശിപ്പിക്കും, ആ മനുഷ്യരെ നശിപ്പിക്കും. ഇവിടെ അവൻ്റെ പിതാവായ ആഹാസ് വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവനായി തീർന്നപ്പോൾ അവൻ ദേവാലയം അടച്ചു പൂട്ടി. അതിലൊക്കെ കൊണ്ടുവന്ന് പ്രതിഷ്ഠകളെയൊക്കെ കൊണ്ടുവച്ചു, അത് പൂട്ടി. അങ്ങനെ ഒരു നോട്ടവുമില്ലാതെ യെരൂശലേം ദേവാലയം അടച്ചിട്ട അവസ്ഥയിലാണ് തൻ്റെ 25-ാമത്തെ വയസ്സിൽ ഹിസ്കിയാവ് രാജ്യഭാരം ഏറ്റെടുക്കുന്നത്. രാജാവായി കഴിഞ്ഞ ആദ്യ ദിവസം ആദ്യ മണിക്കൂറിൽ അവൻ ചെയ്ത കാര്യം അവൻ്റെ ദൈവത്തിൻ്റെ ആലയം തുറക്കുക എന്നുള്ളതാണ്. അവൻ അതിനെ തുറന്നു. എന്നിട്ട് അതിലുണ്ടായിരുന്ന മ്ലേച്ഛതകളൊക്കെ പുറത്തു വാരി കളഞ്ഞു. അതിൻ്റെ അറ്റകുറ്റപ്പണി ആരംഭിച്ചു. വർഷങ്ങളായി, ഒരുപക്ഷെ പതിറ്റാണ്ടുകളായിട്ട് പണിയില്ലാതെ അതേ നഷ്ടപ്പെട്ടുകൊണ്ടും നശിച്ചുകൊണ്ടും കിടന്ന ദേവാലയത്തെ അവൻ പുനരുദ്ധരിക്കുകയാണ്. ദൈവത്തിൻ്റെ ആരാധന പുനഃസ്ഥാപിക്കുവാൻ അവൻ പരിശ്രമിക്കുകയാണ്. ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ ദൈവാലയങ്ങൾ തുറക്കുവാനും അടയ്ക്കുവാനുമുള്ള പരിശ്രമങ്ങളാണ് ഇവിടെ നടക്കുന്നത്. എന്നാൽ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ഞാനൊന്ന് ഓർപ്പിക്കട്ടെ, അറിഞ്ഞോ അറിയാതെ ഒരിക്കൽ പോലും ദൈവത്തോടുള്ള ആരാധന ഒരു കാരണത്താലും മുടക്കുവാൻ പാടില്ല. ഒരു മനുഷ്യനും ദൈവത്തെ ആരാധിക്കുന്നതിനുള്ള തടസ്സം സൃഷ്ടിക്കുവാൻ സാധ്യമല്ല. ദൈവത്തിൻ്റെ ന്യായവും നീതിയും തീർച്ചയായിട്ടും അവൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിന്മേലുണ്ട്. ദൈവത്തിൻ്റെ ആലയത്തിലെ പ്രാർത്ഥനകൾ, ആരാധനകൾക്ക് ഒരിക്കലും മുടക്കം വരുത്തുവാൻ മനുഷ്യൻ ശ്രമിക്കരുത്. കാരണം അത് ദൈവത്തിൻ്റെ മാത്രമായുള്ള കാര്യമാണ്. എനിക്ക് അപ്രകാരമുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും ആ ദേവാലയത്തിൻ്റെ ആരാധനകൾ മുടക്കുവാൻ ഞാൻ ഒരിക്കലും മുൻകൈ എടുത്തിട്ടില്ല. ദേവാലയം പിടിച്ചു പറിച്ചു, ഞാൻ ആരാധിച്ചിരുന്ന ആരാധനയിലും പ്രാർത്ഥനാലയം പിടിച്ചു പറിച്ചു, എന്നെ പുറത്താക്കിയ സാഹചര്യമുണ്ട്. പക്ഷേങ്കിൽ ഞാനവിടെ മൗനമായിരുന്നു. കാരണം അത് ദൈവത്തിൻ്റെ ആലയമാണ്. ദൈവത്തിൻ്റെ ന്യായവിധി അതിന്മേൽ നടക്കട്ടെ, ഞാൻ അതിന്മേൽ കൈവെക്കുകയില്ല. ഞാൻ നിമിത്തം മറ്റൊരുവന് വന്ന് സ്വതന്ത്രമായി ആരാധിക്കുവാനുള്ള അവസരം ഞാൻ നഷ്ടപ്പെടുത്തുകയില്ല. അതെൻ്റെ തീരുമാനമായിരുന്നു. മനുഷ്യരുടെ മുൻപിൽ ഞാൻ പരാജിതനായിരുന്നു, മനുഷ്യരുടെ മുൻപിൽ ഞാൻ മണ്ടനായിരുന്നു. ഇങ്ങനെ ഇതിന് വിട്ടുകൊടുക്കേണ്ട കാര്യമില്ല. ഇതിനു വേണ്ടിയിട്ട് കേസ് കൊടുക്കാം, അത് പൂട്ടാം, അടയ്ക്കാം, അതെൻ്റെ ഭാഗമായിരുന്നില്ല. ഞാനതിനൊന്നും കൂട്ടാക്കിയില്ല. ശരി, ഞാൻ തോറ്റുവെങ്കിൽ തോറ്റു, അതിനെക്കുറിച്ച് എനിക്ക് യാതൊരു പരാതിയുമില്ല. ഒരു പരാതി പോലും എഴുതി കൊടുക്കാതെ വെറും കൈയോടെ ഞാൻ ഇറങ്ങിപ്പോയിരുന്ന സാഹചര്യങ്ങളിലും എൻ്റെ ദൈവം എന്നെ സൂക്ഷിച്ചു. എനിക്ക് കേസ് കൊടുത്താൽ പൂട്ടാമായിരുന്ന പ്രാർത്ഥനാലയത്തേക്കാൾ ചുറ്റുപാടുകളേക്കാൾ 100 ഇരട്ടി വലുപ്പത്തിൽ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലാണ് ദൈവം എനിക്ക് ആരാധനാലയങ്ങൾ പടുത്തുയർത്തി തന്നത്. ദൈവത്തിൻ്റെ നീതിക്ക് വേണ്ടി നിലനിൽക്കുമ്പോൾ, ദൈവത്തിൻ്റെ ആരാധനയുടെ മഹത്വത്തിന് വേണ്ടി നിലനിൽക്കുമ്പോഴാണ്
ദൈവത്തിൻ്റെ അനുഗ്രഹ വർഷങ്ങൾ ചൊരിയുന്നത്. നമുക്ക് പൂട്ടാൻ കഴിയും, തകർക്കാൻ കഴിയും. പക്ഷേ നാം ചെയ്യുന്നത് ദൈവത്തിനെതിരെയാണ്. ലോകത്തിലെ ഒരു നീതിക്കും ന്യായത്തിനും അതിനെ സാധൂകരിക്കുവാൻ സാധ്യമല്ല. ലോകപ്രകാരം ഒരുപക്ഷെ വിജയിച്ചേക്കാം, പക്ഷേ സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ്റെ ആരാധന മുടക്കുന്നവൻ ആരായിരുന്നാലും എവിടെയായിരുന്നാലും എങ്ങനെയായിരുന്നാലും അതൊരിക്കലും സാധൂകരിക്കുന്ന കാര്യമല്ല. ഹിസ്കിയാവ് ചെയ്തത്, അവൻ ആരാധനാലയം തുറന്നു. അവൻ 16-ാമത്തെ ദിവസം ആരാധന യഥാസ്ഥാനപ്പെടുത്തി ആരാധന ആരംഭിച്ചു. ആ ജനങ്ങൾക്ക് വർഷങ്ങളായിട്ട് മുടക്കപ്പെട്ട ആരാധന ഹിസ്കിയാവ് പുനരാരംഭിച്ചു. മാത്രമല്ല, അവൻ ആരാധന മനോഹരമാക്കുവാൻ തക്കവണ്ണം വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളോട് ചെയ്തു. ലേവ്യർക്ക് ആരാധന നടത്തുവാൻ തക്കവണ്ണം പുരോഹിതന്മാർക്ക് സമ്പത്ത് ആവശ്യമുണ്ട്, അവർക്ക് ശമ്പളം ആവശ്യമുണ്ട്, ഉപജീവനം ആവശ്യമുണ്ട്. ഹിസ്കിയാവ് ദശാംശം കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടു. ദശാംശങ്ങൾ കൊണ്ടുവന്നു. അത് സംഭരിക്കുവാൻ പോലും സ്ഥലമില്ലാത്ത രീതിയിലാണ് മുൻപോട്ട് പോയത്. അതുമാത്രമല്ല, വലിയ പെസഹ ആചരിച്ചു. ഇതെല്ലാം ഖജനാവിൽ നിന്ന് കാശ് പുറത്തേക്ക് കൊടുക്കുന്ന കാര്യമാണ്, അകത്തേക്ക് വരുന്ന കാര്യമല്ല. യഹൂദയ്ക്കും ഇസ്രായേലിനും വേണ്ടിയിട്ട് അവനൊരു വലിയ പെസഹ ആചരിച്ചു. ദാവീദിൻ്റെ കാലത്തിന് ശേഷം അതുപോലൊരു പെസഹ നടന്നിട്ടില്ല. എല്ലാവർക്കും ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ, ഒരു വ്യത്യസ്തതയില്ലാതെ തൻ്റെ രാജ്യത്തിൻ്റെ അതിർത്തികൾക്ക് അപ്പുറത്തു നിന്ന് ജനങ്ങൾക്ക് കടന്നു വരുവാൻ, സർവശക്തനായ ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുവാൻ തക്കതിനുവണ്ണം സ്വന്തം ഖജനാവിൽ നിന്ന് പണം മുടക്കിയാണ് അവൻ പെസഹ ആചരിച്ചത്. അവന് ദൈവത്തിനു വേണ്ടി പ്രവർത്തിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. അവൻ്റെ ചിന്ത മുഴുവൻ അവിടുത്തെ എല്ലാ അക്ഷര വിഗ്രഹങ്ങളെ അവൻ തകർത്തു, പൂജാഗിരികളെ തകർത്തു. നെഹുഷ്ഠാൻ എന്ന് പറയുന്ന മോശയുടെ കാലത്ത് ഉയർത്തിയ പിച്ചള സർപ്പത്തെ യഹൂദ ജനത ആരാധിച്ചിരുന്നു, വന്നിച്ചിരുന്നു. അവനതിനെ ഉടച്ചു കളഞ്ഞു. കാരണം ദൈവം, അത്യുന്നതനായ ദൈവം പറയുന്നു, ഞാനല്ലാതെ അന്യ ദൈവം നിനക്കുണ്ടാകരുത്. ആ കൽപ്പന പൂർണ്ണമായിട്ട് അനുസരിച്ചുകൊണ്ട് അവൻ യഹൂദയിലുള്ള എല്ലാ വിഗ്രഹങ്ങളെയും, വിഗ്രഹപ്രതിഷ്ഠകളെയും, അക്ഷരപ്രതിഷ്ഠകളെയും തകർത്ത് കളഞ്ഞു. അങ്ങനെ സംശുദ്ധമായ ഒരു ആരാധന, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ജനങ്ങളെ ആകർഷിക്കുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഹിസ്കിയാവ് ചെയ്തത്. അതുകൊണ്ടാണ് ഹിസ്കിയാവ് പ്രാർത്ഥിച്ചത്, ഞാൻ ഏകാഗ്ര ഹൃദയത്തോടെ ഇതിൻ്റെ അന്വേഷണം ഓർക്കണം. ഓർത്തു, യഹോയാം ദൈവം അവൻ്റെ അസ്വസ്ഥതയ്ക്ക് സൗഖ്യം കൊടുത്തു, രോഗത്തിന്, മാറാരോഗത്തിന് സൗഖ്യം കൊടുത്തു. 3-ാം ദിവസം നീ ദേവാലയത്തിലേക്ക് കടന്ന് ആരാധിക്കുമെന്ന് പറഞ്ഞു. ആഹാസിൻ്റെ സൂര്യഘടികാരത്തിൽ അത് പുറകോട്ട് പോയിട്ട് 10 അടി പോയിട്ട് അതിനെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ആഹാരത്തിൻ്റെ സൂര്യഘടികാരത്തിൽ മാറ്റങ്ങളുണ്ടാക്കി, സമയത്തിന് മാറ്റങ്ങളുണ്ടാക്കി യഹോവ. അതുമാത്രമാണോ? ഹിസ്കിയാവിന് മക്കളില്ലായിരുന്നു. അവൻ്റെ ആയുസ് 15 വർഷം കൂടി നീട്ടിക്കൊടുത്തു. അവനൊരു മകനെ ആ 15 വർഷ കാലങ്ങളിലാണ് കൊടുത്തത്, മനശ്ശെ. ഹിസ്കിയാവിൻ്റെ പരമാർത്ഥയ്ക്ക് അറിയാവുന്ന ദൈവത്തിന് ഒരു കാര്യം അറിയാമായിരുന്നു, അവൻ്റെ സങ്കടം അവനൊരു അനന്തരാവകാശമില്ലെന്നുള്ളതാണ്. അവൻ്റെ രോഗം സൗഖ്യമാക്കി അവനൊരു മകനെ ദൈവം നൽകുകയാണ്. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ പരമാർത്ഥ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് ദൈവത്തിന് വേണ്ടി അതിമഹത്തായ കാര്യങ്ങൾ നാം പ്രവർത്തിക്കുമ്പോൾ, ഒരുപക്ഷെ നമ്മുടേതായിട്ടുള്ള സമ്പത്തിന് നഷ്ടം വരുത്തിക്കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ, അതിലുപരിയായി ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഹിസ്കിയാവിൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ കാലഘട്ടത്തിൽ നാം വായിക്കുന്നു, അവൻ മഹാധനികനായിട്ടാണ് അവൻ മരിക്കുന്നത്. ദൈവത്തിന് വേണ്ടി ഒരുപാട് ചെലവഴിച്ചു, ദേവാലയത്തിൻ്റെ അറ്റകുറ്റപ്പണി നടത്തി, പെസഹ നടത്തി എന്ന് വേണ്ട, ദൈവത്തിന് വേണ്ടിയുള്ള ഒരുപാട് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് അവൻ്റെ ഭണ്ഡാരത്തെ ശൂന്യമാക്കുമ്പോൾ ദൈവം അവൻ്റെ സമ്പത്തിനെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. അവൻ മഹാധനികനായിട്ടാണ് മരിക്കുന്നത്. Here we find a man saying that the bitterness that had come to his life was for granting him peace. His peace was completely destroyed. But he says, though his life went into bitterness, that was for regaining his peace. Who was this man? The king of Judah, Hezekiah. He fell sick, and God sends his prophet to him, saying that he is going to die. He is not going to be healed. It was so difficult for Isaiah to come and tell his friend about his imminent death. He just gave the prophecy
And as he went back, Ezekiel turned to the wall and he prayed. Remember all what I have done for you, how I have been honest in working for you. And Ezekiel cried. And we find there are a lot of reasons for Ezekiel to say, remember me. Lord, remember me. Remember all what I have done for you, how I have walked in thy ways honestly, how I have loved you. Well, when he says, remember me, God has to remember a lot of things. When he became the king on the very first day, he broke open the doors of the temple of Jerusalem, which his father had closed years ago, which was full of graven images. He threw them all out. He cleansed it and repaired it. Just imagine a person who became a king on the very first day, on the very first hour, thinking about God. That was his primary thought. He never thought about his kingdom. He never thought about his treasuries. But he wanted to glorify his God. He wanted to re-establish the worship which was stopped years ago by his father, who became an idolater. The repairs went on, and we find that on the 16th day, Ezekiel could restrain to restart the worship. And as we go forward, we see he removed all the images, statues, graven images, everything from Judah. He removed Nehushtan, the brazen serpent, the image of the brazen serpent, which children of Israel were worshipping, because that was something which they inherited for ages. From generation to generation, that was kept alive as a tradition. So they were worshipping it because it reminded them of their long journey through the desert for 40 years. So it was the brazen serpent which Moses had traced. So they were adoring it. But Ezekiel broke it down. He broke all the graven images. And then we find that he celebrated the Passover, calling people from all nations, in the sense in all the countries around, giving an opportunity for everyone to come and worship God. He re-established tithing. So we find in the life of Ezekiel everything being done for the glory of God. He loved God. So he not only reinstated worship, but he wanted to see that it continued. So he asked the people to bring in their tithes, and there was no place to store the tithes because it had come in abundance. Ezekiel prays, Lord, remember me. The Lord had to remember all the deeds what he had done. And that was to his blessing. The action was immediate, the action was imminent. എൻ്റെയും നിങ്ങളുടെയും ആത്മീയ ജീവിതത്തിൽ ഇതുപോലെ കയ്പായ കാര്യങ്ങൾ മധുരമാക്കി തീർക്കുന്നത് ദൈവത്തിനു വേണ്ടിയുള്ള നമ്മുടെ പ്രവർത്തനങ്ങളാണ്. ഈ കയ്പിനെ മധുരമാക്കുവാൻ ഇന്ന് നിങ്ങൾ കയ്പിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ, സഹോദര സഹോദരി, ഞാൻ നിങ്ങളെ ഓർമ്മിക്കട്ടെ, ഈ കയ്പ് നിങ്ങളുടെ ജീവിതത്തെ മധുരമാക്കുവാനാണ്. ആ മധുരമാക്കുന്ന പ്രക്രിയ ഉണ്ടാകുന്നത് ദൈവത്തിനുള്ള പ്രവർത്തനങ്ങളിലാണ്. നമ്മെ തന്നെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ആവശ്യമാണോ എന്ന് പരിശോധിച്ചുകൊണ്ട് നാം മുൻപോട്ട് പോകുമ്പോൾ നമ്മുടെ കയ്പ് നമുക്ക് മധുരമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും. അപ്രകാരം ഉള്ള മധുരതരമായൊരു ജീവിതത്തിലേക്ക് വഴി നടത്തുവാൻ തക്കതിരുവണ്ണം ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവും ദൈവമേ, വലിയൊരു സമയത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹിസ്കിയാവിനെപ്പോലെ ഞങ്ങളെ തന്നെ നിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നിനക്ക് വേണ്ടി ഞങ്ങളെ ആക്കി വച്ചിരിക്കുന്ന സ്ഥാനങ്ങളിൽ പ്രവർത്തിച്ച് മുന്നേറുവാൻ, ഞങ്ങളുടെ കയ്പിനെ മധുരമാക്കുവാൻ ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും സഹായിക്കണമെന്ന് യേശുനാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.